ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജു പ്രഭ. ഇന്ത്യ പുത്തൻ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക മാത്രമല്ല അത് പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധി മനുഷ്യ ചരിത്രത്തിൽ പരിവർത്തനത്തിന്റെ അധ്യായം തീർത്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വിപുലവും ഐതിഹാസികവുമായ നിർമ്മിത ബുദ്ധി ഉച്ചകോടി സംഘടിപ്പിക്കാൻ സാധിച്ചത് അഭിമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, ഗൂഗിൾ CEO സുന്ദർ പിച്ചായ് തുടങ്ങിയവരും ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. സൌജന്യ സൈക്കിൾ, ഭക്ഷണം, വൈദ്യുതി ഉൾപ്പെടെയുള്ളവ പ്രഖ്യാപിക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെ രീതി രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തെ ദോഷകരമായി ബാധിക്കുന്നതായി സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും വരുമാനക്കമ്മി നേരിടുമ്പോഴും സൌജന്യങ്ങൾ പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് കോടതി നിരീക്ഷിച്ചു. സൌജന്യങ്ങൾക്ക് പകരം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനാണ് സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കേണ്ടതെന്നും കോടതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച. പരിപാടിയുടെ 131ാം പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ GOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നാളെ വരെ അറിയിക്കാം. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണയാണ് സർക്കാർ നൽകി വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ തദ്ദേശ ദിനാഘോഷത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. K-സ്മാർട്ടിലൂടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഏറ്റവും വേഗം ലഭ്യമായി തുടങ്ങിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ ഒരുക്കുന്ന വയനാട് മാതൃകാ ടൌൺഷിപ്പിന്റെ 1ാം ഘട്ടം പൂർത്തിയായി. ഈ മാസം 25 വൈകിട്ട് 4-ന് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൌൺഷിപ്പിന്റെ ഉദ്ഘാടനവും ഗുണഭോക്താക്കൾക്കുള്ള പട്ടയ വിതരണവും നിർവഹിക്കും. പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിക്കാൻ സാധിക്കും വിധം 1000 ചതുരശ്ര അടിയിൽ ഒറ്റ നിലയിൽ പണിത 178 വീടുകളാണ് 1ാം ഘട്ടത്തിൽ പൂർത്തിയായത്. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ 26,000-ഓളം അധ്യാപകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയതായി മന്ത്രി വി ശിവൻകുട്ടി. ക്വാണ്ടം സെഞ്ചുറി സയൻസ് എക്സിബിഷൻ തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ മാസം 24 വരെയാണ് ക്വാണ്ടം സെഞ്ചുറി സയൻസ് എക്സിബിഷൻ. പരാതി പരിഹാരത്തിന് ഉപരിയായി ഉപഭോക്തൃകാര്യ വകുപ്പിനെ ശക്തമായ എൻഫോഴ്സ്മെന്റ് ഏജൻസിയാക്കി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി GR അനിൽ. സംസ്ഥാന ഉപഭോക്തൃകാര്യ വകുപ്പ് സംഘടിപ്പിച്ച ശില്പശാല തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉപഭോക്തൃ നിയമങ്ങളെക്കുറിച്ചും പരാതി നൽകേണ്ട രീതികളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ആരംഭിക്കുന്നത് പരിഗണനയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു. യൂറോപ്യൻ ഷിപ്പിംഗ് രംഗത്തെ പ്രമുഖരായ CMA CGMൽ നിന്ന് LNG ഡ്യുവൽ ഫ്യുവൽ കപ്പൽ നിർമ്മാണത്തിനുള്ള ചരിത്രപരമായ കരാർ സ്വന്തമാക്കി കൊച്ചി കപ്പൽ നിർമ്മാണശാല. ആഗോള കപ്പൽ നിർമ്മാണ രംഗത്തെ ഇന്ത്യയുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ഹരിത സമുദ്ര പരിവർത്തന ലക്ഷ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ നീക്കം. പാരിസ്ഥിതിക ഉത്തരവാദിത്തപൂർണമായ കപ്പൽ നിർമ്മാണത്തിൽ ആഗോളതലത്തിൽ സാന്നിധ്യം വികസിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ കരാർ. KTDC ചെയർമാൻ സ്ഥാനം PK ശശി രാജിവച്ചു. ഷൊർണൂർ മുൻ MLA ആയ PK ശശിയെ നേരത്തെ CPIM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു. കേരളത്തിൽ SIRമായി ബന്ധപ്പെട്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം നാളെ ചേരും. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്താണ് യോഗം. അംഗീകൃത ദേശീയ, സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. അതേസമയം അന്തിമ വോട്ടർ പട്ടിക മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടനയായ KGM-CTA ആഹ്വാനം ചെയ്ത അനിശ്ചിതകാല OP ബഹിഷ്കരണം തുടരുന്നതിനോടൊപ്പം ഇന്നു മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവച്ചു. 3 ദിവസമായി തുടരുന്ന OP ബഹിഷ്കരണവും അധ്യാപന ബഹിഷ്കരണവും കാരണം PG വിദ്യാർത്ഥികളും ഹൌസ് സർജൻമാരുമാണ് OPയിൽ രോഗികളെ പരിശോധിക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.